ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ധ്യാനത്തിനായിട്ട് യെശയ്യാപ്രവചനം 58 അധ്യായം 10 വാക്യം, വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. 50 നോമ്പിൻ്റെ ആചാരം അനുഷ്ഠാനത്തിൻ്റെ വിശുദ്ധിയോടെ നടത്തുവാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ്റെ കാലത്ത് ദൈവജനമെന്ന പേർ വിളിക്കപ്പെട്ടവർ ബാഹ്യ ആചാരങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവത്തോട് ആനുകൂല്യത്തിനു വേണ്ടി വാദിച്ചിരുന്നു. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവഹിതത്തിൻ്റെ മാനദണ്ഡം സൂക്ഷിച്ചുകൊണ്ട് ഈ നോമ്പുകാലങ്ങളിൽ നമുക്ക് നമ്മെ പരിശോധിക്കുവാൻ ഇടയാകും. അകവും പുറവും അറിയുന്നതിന് മുൻപിൽ നമുക്ക് യഥാർത്ഥ അനുതാപത്തിൻ്റെ ശുദ്ധീകരണം സംഭവിക്കണം. 40 രാപ്പകലുകൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവൻ നമ്മുടെ പരീക്ഷകളോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്ന മഹാപുരോഹിതനാണ്. ഉള്ള അവസ്ഥയിൽ അവൻ്റെ സന്നിധിയിൽ ചെന്നാൽ മതി. അവിടെ കാപട്യത്തിൻ്റെ മുഖംമൂടികൾ ആവശ്യമില്ല. നോമ്പ് ദിനങ്ങൾ പാപബോധത്തിൻ്റെ നാടുകൾ ആയിത്തീരണം. വചനമെന്ന മാനദണ്ഡം നൽകുന്ന അളവുകൾ നമ്മെ അനുതാപ കണ്ണുനീരിൽ മുക്കി യഥാർത്ഥ ശുദ്ധി വരുത്തുവാൻ ഇടയാകണം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറയുന്നവനോ കരുണ ലഭിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജീവിത രഹസ്യമാണ് കാൽവരി ക്രൂശും മരണവും ഉദ്ധാനവും. ഓരോ വിശ്വാസിയും വിശുദ്ധ മാമോദീസായിലൂടെ ഈ ജീവകരമായ രഹസ്യത്തിൽ പങ്കുചേരുകയാണ്. വലിയ നോമ്പ് ആചരണത്തിലൂടെ വിശ്വാസികൾ ഓരോ അവസരത്തിലും ഈ ക്രൂശിൻ്റെ പാത തരണം ചെയ്ത് നിത്യത ലാക്കാക്കി പ്രയാണം ചെയ്യുന്നു. രുചി വെടിഞ്ഞ് രുചി പകരുക എന്നത് നോമ്പിൻ്റെ പ്രധാന ചിന്താവിഷയമാണ്. ഏറെ ധ്യാനം, അധികം പ്രാർത്ഥനകൾ, ഇവ നമ്മെ ചൈതന്യമുള്ളവരായി ശക്തീകരിക്കും. തിരുവചനത്തുള്ള പ്രതിബദ്ധതയും അവ മനനം ചെയ്യുന്നതിനുള്ള ആനന്ദവും നോമ്പിൻ്റെ സൗരഭ്യം വർദ്ധിപ്പിക്കുന്നു. വചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള ആത്മപരിശോധനയും സ്വയശോധനയും കീടങ്ങളകറ്റി പൊന്നുപോലെ പുറത്തു വരാൻ നമ്മെ സഹായിക്കും. അർത്ഥവത്തായ നോമ്പ് ആചരണം ക്രിസ്തു മാർഗത്തിൽ നമ്മെ ശക്തീകരിക്കട്ടെ. നോമ്പ് കേവലം ഒരു കർമ്മ ആചാരമായി തീരുവാൻ പാടില്ല. കർമാചാരങ്ങൾക്ക് മാത്രമായി മനുഷ്യന് രക്ഷ നൽകുവാൻ കഴിയുകയില്ലല്ലോ. ഭക്ഷണ പാനീയങ്ങൾ വർഷിക്കുന്നതുകൊണ്ടും ചിട്ടയായി പ്രാർത്ഥിക്കുന്നതുകൊണ്ടും മാത്രം ജീവിതത്തിന് രൂപാന്തരീകരണം സംഭവിക്കുകയില്ല. വർഷത്തിൻ്റെ നല്ല മംഗദിനങ്ങൾ നോമ്പ് ദിനങ്ങളായി വേർതിരിക്കപ്പെടുന്നത് ജീവിത ശൈലിയിൽ അവയുടെ നിരന്തരമായ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. നോമ്പ് ദിനങ്ങളിൽ വർദ്ധിച്ച കാര്യങ്ങൾ നോമ്പ് വീടുകളിൻ്റെ ദിവസത്തിൽ വർദ്ധിച്ച ആവേശത്തിൽ ആർജിക്കുന്നത് നോമ്പിൻ്റെ സ്വഭാവത്തെയും ഉദ്ദേശങ്ങളെയും തകർക്കുന്നതാണ്. അതുകൊണ്ട് നോമ്പുകാലം വചനധ്യാനത്തിൻ്റെയും പഠനത്തിൻ്റെയും ദിനങ്ങളാകണം. കേവല കർമാചാരങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് ആധ്യാത്മിക അനുഷ്ഠാനത്തിൻ്റെ പുണ്യത്തിലേക്കുള്ള വളർച്ച ഉണ്ടാകണം. സുഹൃത്തുക്കൾ കൊണ്ട് സമ്പുഷ്ടമാകുന്ന ഒരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.